സങ്കീർത്തനം 7 സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. Arise, O Lord, in your anger. Rise up against the rage of my enemies. Awake, my God, decree justice. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ. നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. Let the Lord judge the peoples. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. My shield is God most high, who saves the upright in hand. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. If he does not relent, he will sharpen his sword. He will be violent. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു. തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. He who is burdened with evil and conceives trouble gives birth to destruction. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. The trouble he causes recalls on himself as his violence comes. അവസാനവാക്യം ചേർന്ന് വായിക്കാം. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. ആമേൻ. ഹല്ലേലൂയ. Please be seated. ഏഴാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In here we can see Psalm 7 as a blessed Psalms. ഇന്ന് പകൽക്കാലം നടന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തോളം അനുഗ്രഹിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. God has blessed us with all the ministries that we had so far today. ഹല്ലേലൂയ. ഇതിൻ്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. O Lord my God, I take refuge in you. Save and deliver me from all who pursue me. ഇത് എഴുതിയത് ദാവീദാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ശീർഷകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: ബെന്യാമിനായ കൂശിൻ്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ ഒരു വിഭ്രമ ഗീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And we can see in the heading that this is a Psalms which is written by David, which he sang to the Lord concerning Cush, a Benjamite. ദാവീദ് ഏതോ ഒരു മനോഭാരത്തിലിരുന്ന സമയത്ത് ഇരുന്ന് പാടിയ ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് നമുക്ക് ഇതിൻ്റെ ശീർഷകത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. And when from the heading we know that David has written this Psalms when he was in a distressed state. ദാവീദ് പറയുകയാണ്, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളത്. It says, O Lord my God, I take refuge in you. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. Save and deliver me from all who pursue me. ദാവീദ് ഇപ്പോൾ എല്ലാവരാലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുവാൻ സാധിക്കും. And we know that everyone is hunting David down in there. നമുക്ക് ഇതിൻ്റെ അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. 1 ശമൂവേലിൻ്റെ 23-24 പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അമ്മായപ്പനായ ശൗൽ തന്നെ ദാവീദിനെ ഒരു വേട്ടപ്പെട്ടിയെ പോലെ കാടിലൂടെ എങ്ങനെ ഓടിച്ച് നടത്തുന്ന ആ ചരിത്രം. In 1 Samuel 23 and 24 we can see how David is being chased by his father-in-law in the wilderness. ദാവീദ് അവിടെ ശൗലിനോട് പറയുന്നുണ്ട്, ഒരു ചത്ത നായെ പോലെ ഇരിക്കുന്ന എന്നെ നീ ഇങ്ങനെ, ഒരു ചെള്ളിനെ പോലെ ഇരിക്കുന്ന എന്നെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. And we can see that David is asking Saul that I'm like a dead dog, why are you still chasing me? തീർച്ചയായിട്ടും ഇസ്രായേൽ രാജ്യത്തിലെ ആ രാജാവ് തന്നെ തൻ്റെ മരുമകനായ ദാവീദിനെ ഇങ്ങനെ ഒരു വേട്ടപ്പെട്ടിയെ പോലെ ഓടിപ്പിക്കുകയാണ്. And we know that the king of Israel, this father-in-law Saul, is running after David.
എന്നാൽ ദാവീദ് ആശ്രയിക്കുന്ന ഒരു ദൈവം അതിശക്തനാണ് എന്ന് ദാവീദിനറിയാം. And David knows that the God that he has refuge in is a mighty God. അതുകൊണ്ടാണ് താൻ പറയുന്നത്, യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. And that's why he said, "Oh Lord my God, I take refuge in you." നമുക്കും ഇന്ന് ശരണം പ്രാപിക്കുവാനായിട്ട് ശക്തനായൊരു ദൈവമുണ്ട് എന്ന് നാം ഓർക്കേണ്ടതാണ്. And we should remember that we also have the same God who we can have refuge in. ഇങ്ങനെ അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമ്മളെ പോയ കാലങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. And when we look at our past life, we can see that we have been through the same situation. എല്ലാവരും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, When everyone is hunting you down, ആരും നമുക്ക് സഹായത്തിനില്ലാത്തൊരവസ്ഥ, and when there is no one else in the side to help you, നമുക്ക് പാർക്കുവാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥ, and when there is no place to stay in. എന്നാൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ടൊരു ദൈവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. But at the time we had only one person who we could take refuge in, that was Jesus Christ. അവൻ നമ്മെ കൈവിടാതെ ഇതുവരെയും നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Without any delay, he came and rescued us from that situation. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അതിന്റെ 30-ാം അധ്യായം 26 ആഗൂര് പറയുന്നത്, In Ecclesiastes it says, കുഴിമുയൽ Proverbs it says. Proverbs. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും പാറയുടെ പിളർപ്പിൽ വസിക്കുന്നു എന്നുള്ളതാണ്. even though the rabbit doesn't have much strength, he lives in the cracks of the rocks. നമുക്ക് കുഴിമുയലിനെ അറിയാം, ചെറിയൊരു മുയലാണ്. എന്നാൽ അനേക മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും അതിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. And we know that the rabbit is like a small creature, and it has been hunted down by the humans and everyone. എന്നാൽ അത് ഓടിപ്പോയി പാറയുടെ പിളർപ്പിലേക്ക് ചെന്ന് ഒളിച്ചിരിക്കുന്നതായിട്ട്. But when someone's hunting them down, they will quickly run to the cracks of the rocks. ആർക്കും അതിനെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. And no one will able to hurt that creature. അതുപോലെ തന്നെ നമുക്കും ആശ്രയിക്കുവാനുള്ള ഒരു പാറയായ ക്രിസ്തു നമുക്കുണ്ട്. And just like that, Jesus is the rock that we can take refuge in. ആ ക്രിസ്തുവിൽ നമുക്ക് അഭയം തേടുവാനായിട്ട് സാധിക്കും. And we should take refuge in him. ഇവിടെയുള്ള ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. And no one could harm you if you take refuge in him. ദൈവവൈതലിന്റെ ജീവിതത്തിലെ എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും ആ പറയാകുന്ന ക്രിസ്തുവിൽ നാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മെ വീഴ്ത്തിക്കളയുവാൻ ആർക്കും സാധിക്കുകയില്ല. If the child of God is taking the refuge in Jesus Christ, no one can harm you. താഴെ നമുക്ക് വായിക്കാം അതിന്റെ 3 മുതൽ, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. സ്തോത്രം. ഇവിടെ In verse 3 to 5 it says, "O Lord my God, if I have done this and there is guilt on my hands, if I have done evil to him who is at peace with me, or without cause have wrought my foe, then let my enemy pursue and overtake me. Let him trample my life to the ground and make me sleep in the dust." ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മായപ്പനായ ശൗലിനോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അറിയണമെന്ന് പറയുകയാണ്. And David is saying to God that if I have done something wrong against my father-in-law, you should know that. എൻ്റെ പക്കൽ ഒരു നീതികേടുമില്ല എന്ന് അവൻ ഹൃദയത്തെ തുറന്നു കാണിക്കുകയാണ്. And he is opening his heart and showing there is no unrighteousness in me. നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിലെ അവിടെ ഇങ്ങനെ അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. Job 31:5 it says, ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കണമേ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. If I've done anything wrong, you should measure me with the scales. യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. We all know about Job. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു അവൻ. And he was an innocent righteous man.
പക്ഷേ അവൻ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഇത് എഴുതുന്നത്. And we know that when he is writing this portion, he is in a distressed state. എന്നാൽ കർത്താവിനോട് അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ കാണിക്കണമേ. But he is asking God that if I've done anything wrong in my life, show me. ആ 31-ാം സങ്കീർത്തനം മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോട് അവൻ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. And that 31st chapter, it shows the conversation that he has with the God about that. അതേപോലെ ദാവീദോട് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും എൻ്റെ ശത്രുവായനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ. Just like that, David is asking God, if I have done anything wrong against Saul. അവിടെ ശൗലിനെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു പക്ഷേ ദൈവം. And God has actually given the life of Saul to David. ശൗലിന് എന്തു വേണമെങ്കിലും ദാവീദിന് ചെയ്യാമായിരുന്നു. He could do anything to Saul. കാരണം ദാവീദ് ഒളിച്ചിരുന്ന അതേ ഗുഹയിൽ തന്നെ ശൗലും ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ്. Because Saul is in the same cave that David is hiding at the moment. എന്നാൽ യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൈവയ്ക്കയില്ല എന്ന് അവൻ ശപഥം ചെയ്തിരുന്നു. But he had made a promise to God that I won't touch the person who you have anointed. ശൗലിനേക്കാൾ എത്രയോ നല്ലവനാണ് നമ്മുടെ ദാവീദ് എന്ന് കാണുവാനായിട്ട്. And we know that David is much better than Saul. സ്തോത്രം. തീർച്ചയായിട്ടും ദാവീദിനെ പോലെ നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. And God is much more righteous than David. നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. Let's thank God. നമുക്ക് 9-ാം വാക്യം വായിക്കാം. Let's go to verse 9. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. O righteous God, who searches minds and hearts, bring to an end the violence of the wicked and make the righteous secure. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ സ്തോത്രം ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. And it's only our God who can search our hearts and minds. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ അറിയുന്നു. Humans can only see what they can see through their eyes, but God can see much more than that. വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്യമുണ്ട്, ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ് നമ്മുടെ ദൈവം. And in Revelation it says the same, that God can see all the minds and hearts of people. അതിൽ 139-ാം സങ്കീർത്തനം ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങളെ അവൻ അറിയുന്നവനാണ്. And in Psalms 139 it says that from a distance he can see all the thoughts that you have. 17-ാം സങ്കീർത്തനത്തിലും ആ സങ്കീർത്തനകാരൻ പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്ത് എന്തെങ്കിലും കുറ്റങ്ങൾ എന്നെ കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ. And in Psalm 17 it says, you have to check me and see if I've done anything wrong. അവൻ ഉറപ്പുണ്ടായിരുന്നു, തീർച്ചയായിട്ടും അവൻ ഒരു കുറവില്ലാത്തവനായിട്ട് ദൈവസ്ഥലിൽ നിൽക്കുവാനായുള്ള പ്രാഗൽഭ്യം അവനുണ്ട് എന്ന് അവനെ ഉറപ്പായിട്ട് അറിയാം. And he knows, when he asks this question, he knows that he is a righteous person and nothing is standing against him to say. അവന്റെ അമ്മായപ്പനായ ശൗലിനോട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, കുറ്റമായിട്ട് ചെയ്തിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. And we know that we can see that he has done nothing wrong against his father-in-law Saul. എന്നിട്ടും അവനെ ഒരു വെട്ടപ്പെട്ടിയെ പോലെ ഇപ്പോൾ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുക. Even though he is still getting hunted down by Saul. സ്തോത്രം. അവിടെ എങ്കിലും ദൈവം അവനെ വളരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടും കാണുവാൻ സാധിക്കും. And later we can see that how God has risen him up happily. നമുക്ക് 11-12 വാക്യം വായിക്കാം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും, അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. Verse 11 and 12, God is a righteous judge, a God who expresses his wrath every day. If he does not relent, he will sharpen his sword, he will bend and string his bow. നാം മനസ്സിലാക്കണം, ദൈവം നീതിയുള്ള ന്യായാധിപതിയാകും. And we should know that God is a righteous judge. ദൈവത്തിനെ ന്യായം വിധിക്കുവാനായിട്ട് ഒരു ദിവസമുണ്ട്. And there is a day when God is going to judge. അതുവരെ മാത്രമേ ഈ ദുഷ്ടന്മാർക്ക് കളിക്കുവാൻ സാധിക്കുകയുള്ളൂ. And till then the wicked can do anything that they want. എന്നാൽ ആ ദുഷ്ടന്മാരൊക്കെയായും നിഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And there will be a day when the judgment day happens and all the wicked will stop. എന്നാൽ പറയുകയാണ്, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, എന്നാൽ ഇനിയും മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും എന്നുള്ളതാണ്. And it says that a God who expresses his wrath every day, if he does not relent, he will sharpen his sword. പ്രോവർബ്സ് 29-1 വാക്യം, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും.
And even if it's in Proverbs, it says, even if you get the shouting from God and you don't turn it, you will get destroyed. അനേക ശാസനകൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇനിയും പിന്നെ അവന് മാനസാന്തരം വന്നിട്ടില്ല എന്നുള്ളത്. Even though you've heard a lot of things that you need to change, but you haven't changed anyway. ദൈവം ഒരു സമയം വരെ അവനെ സൂക്ഷിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുക? നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കാം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. The axe is already at the root of the trees, and every tree that does not produce good fruit will be cut down and thrown into the fire. തന്നെ യോഹന്നാൻ സ്നാപകനായ സ്നാനപ്പെടുവാനായിട്ട് അനേകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് കടന്നു വന്നപ്പോൾ താൻ പറഞ്ഞ കാര്യമാണ് ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 8-ാം വാക്യം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ പറയുകയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. And this is something that John the Baptist said to the people who came to get baptized under him. And it says in verse 8 to 10, it says, produce fruit in keeping with repentance, and do not think you can say to yourselves, we have Abraham as our father. I tell you that out of these stones God can raise up children for Abraham. This axe is already at the root of the trees, and every tree that does not produce good fruit will be cut down and thrown into the fire. നമ്മെക്കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ പിന്നെ കായ്ച്ചെങ്കിലോ. സ്തോത്രം. നമ്മെക്കുറിച്ചും നല്ല ഫലം കായ്ക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And this is what God desires from ourselves. He wants us to keep for one more year to see that if we produce good fruit, and He will wait and see if you have the chance to produce the good fruits. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിനെ മൂർച്ച കൂട്ടും. And if you doesn't change, he is going to sharpen his sword. അവൻ തൻ്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുകയാണ്. And he will bend and string his bow. സ്തോത്രം. അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നാം തീർച്ചയായിട്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടതാണ്. And we should come to his presence to do his will. താഴെ നമുക്ക് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ മാനസാന്തരപ്പെടാത്തവർക്കുള്ള ആ ശിക്ഷയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. And the few verses that follows, we can see whoever doesn't repent and comes to God's presence, this is the punishment that they are going to get. 17-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. And the last verse it says, I will give thanks to the Lord because of his righteousness, and will sing praise to the name of the Lord most high. സ്തോത്രം. ദൈവത്തിന് അവൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അവനെ സ്തുതിച്ചുകൊണ്ട്. And we can see that he is thanking, he is praising God by ending the Psalms. സ്തോത്രം. കാരണം അവൻ അത്രമാത്രം ദൈവം വലിയ വലിയ നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. Because he knows that God has done great big miracles in his life. നമുക്കും അനേക നന്മകൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് തക്കവണ്ണമായിട്ട് പകരം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. And just like that, God has done great things for our lives, and we should come to his presence to do his will, and may God bless us with these words. Thank you.